നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ഇന്ത്യൻ ജനത അത്യാവേശത്തോടുകൂടി ആചരിക്കുന്ന ദിനമാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇപ്പോഴും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഗാന്ധിജി ഒരു വലിയ വികാരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദിവസം. പക്ഷേ നമ്മൾ എത്രമാത്രം ഗാന്ധിജിയുടെ ആദർശങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്, ഗാന്ധിജിയുടെ യഥാർത്ഥ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കാറുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 1947 ഒക്ടോബർ 2 ആണ്. ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായ ഗാന്ധിയുടെ പിറന്നാൾ ദിനമാണ് അത്. അതേസമയം തന്നെ ഗാന്ധിയുടെ ജീവിതത്തിലെ അവസാനത്തെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു. ഈ രണ്ട് കാര്യവുമല്ല 1947 ഒക്ടോബർ 2 പ്രത്യേകതയുള്ളതാക്കി തീർക്കുന്നത്. ആ ദിവസത്തെക്കുറിച്ച്, അന്നത്തെ ഗാന്ധിയുടെ വാക്കുകളെക്കുറിച്ച് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. 1947 ഒക്ടോബർ 2 ഗാന്ധിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ, ഗാന്ധിയെ അനുമോദിക്കാൻ ധാരാളം പേർ എത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ലേഡി മൗണ്ട് ബാറ്റൻ, ബിർള തുടങ്ങി നിരവധി VVIPകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേർന്നു. അപ്പോൾ ഗാന്ധി പറഞ്ഞ വാക്കുകൾ, അതാണ് നമ്മുടെയൊക്കെ മനസ്സ് ആവർത്തിച്ച് കേൾക്കേണ്ടതും ആവർത്തിച്ച് ഉരുവിടേണ്ടതും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി ആയുസ് കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ ഇന്ത്യയുടെ ഭീകരമായ അവസ്ഥ മാറിക്കിട്ടാനാണ്. ഇവിടെ സഹോദരന്മാർ തമ്മിൽ, ഒരേ രാജ്യത്ത് ജനത തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പോരാട്ടം നടത്തുകയാണ്. ഇന്ത്യയുടെ വിഭജനത്തിന് മുമ്പും ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷവും ഇതാ ഈ ദിവസം പോലും രാജ്യത്തുടനീളം രക്തച്ചാലുകൾ ഒഴുകുകയാണ്. അതില്ലാതാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് പ്രാർത്ഥിച്ചത്, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആയുസ് നീട്ടിത്തരണമേ എന്നല്ല. ഈ രാജ്യത്ത് മതദ്വേഷത്തിൻ്റെ പേരിൽ ആളുകൾ പരസ്പരം ആക്രമിക്കുന്നത് ഇല്ലാതാകണം, ഇവിടെ സാഹോദര്യം പുലരണം എന്നാണ്. അതിന് ദൈവത്തിന് കഴിയില്ലെങ്കിൽ ഇനി ഇത്തരത്തിലൊരു ഇന്ത്യയിൽ, പരസ്പരം കടിച്ചു കീറുന്ന ആളുകളുള്ള ഈ ഇന്ത്യയിൽ ഒരു പിറന്നാൾ കൂടി എനിക്ക് ഉണ്ടാവാൻ അവസരമൊരുക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ്. വിശ്വാസികൾക്ക് വേണമെങ്കിൽ പറയാം, ദൈവം ഗാന്ധിയുടെ വാക്കുകൾ കേട്ടു. ദൈവത്തിന് പോലും പരിഹരിക്കാനാവുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ. ഇന്ത്യയിലെ ജനതയെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം കടിച്ചു കീറുന്ന ജനതയെ, അന്യോന്യം ശത്രുക്കളായി ഭീകരമായ രൂപത്തിൽ ആക്രമിക്കുന്ന ജനതയെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് പോലും വിശ്വാസമുണ്ടായിരുന്നില്ല. ആ പിറന്നാൾ ദിനത്തിന് ശേഷം 1947 ഒക്ടോബർ 2 ശേഷം വെറും 3 മാസക്കാലം മാത്രമാണ് ഗാന്ധി ജീവിച്ചിരുന്നത്. നമ്മൾ ഈ ദിവസം ഒക്ടോബർ 2 ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഗാന്ധി അന്ന് പറഞ്ഞ ഇന്ത്യ, പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം കൊലവിളിക്കുന്ന, പരസ്പരം ശത്രുതയോടുകൂടി ജീവിക്കുന്ന ജനതയുള്ള ഇന്ത്യ, ജാതിയുടെയും മതത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാലുഷ്യം ഇവിടെ നിലനിൽക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യക്ക് എപ്പോഴെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മൾ ഗാന്ധി ജയന്തിയൊക്കെ ആഘോഷിക്കുന്നു. പക്ഷേ ഗാന്ധി പ്രാർത്ഥിച്ച പോലെ ഈ രാജ്യത്ത് സാഹോദര്യം പുലരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല. ഈ നാട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ശത്രുതയിൽ കൂടുതൽ ആഴ്ന്നിറങ്ങുകയാണ്. ആ ഇന്ത്യയിൽ നമ്മളിങ്ങനെ ഓരോ വർഷവും ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നമ്മൾ
മനസ്സിൽ ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.